Hi, hello learners, welcome to iPlus Training Solutions. So, നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് UGC PYQ ഡിസ്കഷനിലെ another one സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എല്ലാം നന്നായിട്ട് പോകുന്നുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ സെഷൻസും വാച്ച് ചെയ്തെന്ന് കരുതുന്നു. Yes, we will move on to our first question. Choose a correct statement for a group G. Statements idana if for all xy belongs to G, xy whole square is equal to x square y square, then G ennu parayunnathu commutative aanu. Aduthade if for all x belongs to capital G, x cube ennu parayunnathu 1 aanu. Anganeyengil G is commutative. 1 is the identity element of G. Third, if for all x belongs to capital G, x raised to 5 is equal to 1, then G is commutative. Then 1 is the identity element of G. And if G is commutative, the subgroup of G need not be commutative. Idana nammade tannirikkunna statements. Yes, your correct answer is option number 1. If for all xy belongs to G, xy whole square is equal to x square y square, then G is commutative. Okay, ഇതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. എക്സ്പ്ലനേഷൻ നോക്കാം. For all x, y belongs to G, xy whole square is equal to x square y square. ഇവിടെ നിങ്ങൾക്ക് നോക്കുക xy whole square എന്ന് പറയുന്ന സമയത്ത് ഇവിടെ xy whole square എന്ന് പറയുമ്പോൾ xy മൊത്തത്തിലാണ് സ്ക്വയർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ എക്സ് വൈ എന്ന് പറയുന്നത് ഒരു തവണ എഴുതും, എക്സ് വൈ എന്ന് പറയുന്നത് 2 തവണ എഴുതും. ഇങ്ങനെയാണല്ലോ എക്സ് വൈ ഹോൾ സ്ക്വയർ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ എക്സ് വൈ ദിസ് ഇസ് ഈക്വൽ ടു, അപ്പൊ ഇതിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഇതിലെ 2 എക്സ് സ്ക്വയർ ഉണ്ട്, 2 വൈ സ്ക്വയർ ഉണ്ട്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ലൈക്ക് എക്സ് സ്ക്വയർ ആൻഡ് വൈ സ്ക്വയർ എന്ന് പറയും. ഓക്കെ, സോ ടേക്കിംഗ് ദ ഇൻവേഴ്സ് ആൻഡ് മൾട്ടിപ്ലൈയിങ്, ഇതിന്റെ ഇൻവേഴ്സ് എടുത്താൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് വൈ ഇസ് ഈക്വൽ ടു വൈ എക്സ് എന്ന് കിട്ടും. ഓക്കെ, അതായത് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ സ്ക്വയർ. ഇതിന്റെ ഇൻവേഴ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും? എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് വൈ എന്ന് പറയുന്ന ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്താൻ പറ്റും. സോ അങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് കൺസിഡേർഡ് ആസ് എ ഡെഫിനിഷൻ ഓഫ് കമ്മ്യൂട്ടേറ്റീവ് ഓർ അബീലിയൻ ഗ്രൂപ്പ്. സോ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറയാൻ പറ്റും? കമ്മ്യൂട്ടേറ്റീവ് അല്ലെങ്കിൽ ഇതിനെ നമ്മൾ അബീലിയൻ ഗ്രൂപ്പ് എന്ന് പറയുന്നു. Clear ആയോ? So this is considered as a commutative or abelian group. So for all x belongs to capital G, x cube is equal to 1. x cube is equal to 1 ആണെങ്കിൽ G commutative ആണോ? Then 1 is the identity element. Actually ഈ ഒരു സ്റ്റേറ്റ്മെന്റ് false ആണ്. Why? Because ഇപ്പൊ നമ്മൾ ഒരു ഗ്രൂപ്പ് G എടുക്കുകയാണെങ്കിൽ എല്ലാ എലമെന്റും ഓർഡർ ഓഫ് ഡിവൈഡിങ് 3. ഇപ്പൊ നമ്മൾ 3 വെച്ച് ഡിവൈഡ് ചെയ്യാന്ന് കരുതാം. So 3 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യാന്ന് പറയുമ്പോൾ സപ്പോസ് ക്യൂബ് ഈക്വൽ ടു 1. ഇറ്റ് ഡസ് നോട്ട് ഗ്യാരണ്ടി ദാറ്റ് G ഇസ് കമ്മ്യൂട്ടേറ്റീവ്. സോ ഇങ്ങനെ നമ്മൾ എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ അവിടെ G കമ്മ്യൂട്ടേറ്റീവ് ആണ് എന്നുള്ള രീതിയിൽ നമുക്കൊരു ലോയും പറയുന്നില്ല. ബട്ട് ദർ എക്സിസ്റ്റ് എ നോൺ അബീലിയൻ ഗ്രൂപ്പ്. നോൺ അബീലിയൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. അതാണല്ലോ നോൺ അബീലിയൻ ഗ്രൂപ്പ്. സോ നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ഇൻ വിച്ച് എവറി എലമെന്റ്, അതായത് നമ്മൾ ഒരു അബീലിയൻ ഗ്രൂപ്പ് നോൺ അബീലിയൻ ആണെങ്കിൽ എല്ലാ എലമെന്റും എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു 1 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, സച്ച് ആസ് ദ നോൺ അബീലിയൻ ഗ്രൂപ്പ് ഓഫ് ഓർഡർ 27, അതായത് ഹെയ്സൻബർഗ് ഗ്രൂപ്പ് മോഡ്യൂളോ ഓഫ് 3, അതായത് 27 മോഡ് 3 ഈ ഒരു രീതിയിൽ വരും. സോ ഇഫ് അതായത് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് തരുവാണെങ്കിൽ ദിസ് ഇസ് എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ആണ്. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ബട്ട് എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു 1 ഇംപ്ലൈസ് ചെയ്യുന്ന എന്താണ്? നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ഇഫ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ G, എക്സ് റേസ് ടു 5 ഇസ് ഈക്വൽ ടു 1. സോ ആക്ച്വലി ഇത് ഇങ്ങനെയല്ല. എക്സ് റേസ് ടു 5 ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ G കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, so G is commutative, then 1 is the identity element or false. Okay, so this is similar to 2. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് എക്സ് റേസ് ടു ഇപ്പൊ 2ന്റെ പവർ, അതായത് ഈവൻ നമ്പർ പവർ ആയി വരുമ്പോഴാണ് മോസ്റ്റ്ലി അത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഓഡ് നമ്പറിൽ അത് വരുന്നില്ല. സോ എക്സ് റേസ് ടു 5 എന്ന് പറയുന്നതും അതെന്തല്ല? കമ്മ്യൂട്ടേറ്റീവ് അല്ല. വൈ? ബിക്കോസ് ഫോർ എവറി എലമെന്റ് ഹാസ് ഓർഡർ 5.
ഡസ് നോട്ട് എൻഷുർ ഇൻ ദ കമ്മ്യൂണിറ്റി. ദാറ്റ് ഈസ് നോൺ അബിലിയൻ ഗ്രൂപ്പ് ഓർഡർ ഓഫ് 127 നമുക്ക് എന്ത് ചെയ്യുന്നില്ല, എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ക്ലിയർ ആയോ? ഇനി ലാസ്റ്റ് വരുന്നത് ഇഫ് ജി ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ജി കമ്മ്യൂട്ടേറ്റീവ് ആണെങ്കിൽ ദ സബ് ഗ്രൂപ്പ് ഓഫ് ജി നീഡ് നോട്ട് ടു ബി കമ്മ്യൂട്ടേറ്റീവ്. ജി കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് കരുതി ജിയുടെ സബ് ഗ്രൂപ്പ് കമ്മ്യൂട്ടേറ്റീവ് ആണെന്നുണ്ടോ? ഇല്ല. കാരണം എല്ലാ ഗ്രൂപ്പ് സബ് ഗ്രൂപ്പ്, സപ്പോസ് നമ്മൾ ഒരു കമ്മ്യൂട്ടേറ്റീവ് അല്ലെങ്കിൽ അബിലിയൻ ഗ്രൂപ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ അബിലിയൻ ഗ്രൂപ്പ് ഇസ് ഓൾസോ എന്താണ്, അത് ദിസ് ഇസ് ഓൾസോ എ കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പ് ആണ്. പക്ഷെ ഇഫ് ജി കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് കരുതി അതിന്റെ സബ് ഗ്രൂപ്പ്സ് കമ്മ്യൂട്ടേറ്റീവ് ആവണമെന്നില്ല. എല്ലാ സബ് ഗ്രൂപ്പ് കമ്മ്യൂട്ടേറ്റീവ് ആണെങ്കിൽ ആ ഗ്രൂപ്പ് കമ്മ്യൂട്ടേറ്റീവ് തിരിച്ചാണ് വരുന്നത്. ക്ലിയർ ആയോ ഈ ക്വസ്റ്റ്യൻ? ഓക്കെ. ഇനി അടുത്തത് the packet sent by a node to the source to inform it of conjunction is called. അതായത് ഒരു നോഡ്, അതായത് നോഡ് ടു എ സോഴ്സ് ഇൻ ടു, അതായത് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് പോവാണ് ഒരു പാക്കറ്റ്, അവിടെ കൺജഷൻ സംഭവിച്ചു, അതിന് നമ്മൾ പറയുന്ന പേര് എന്താന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ആർ എക്സ്പ്ലിസിറ്റ്, ബാക്ക് പ്രഷർ, ചോക്ക് ആൻഡ് റീട്രാൻസ്മിഷൻ. സോ ഒരു പാക്കറ്റ് ഒരു നോഡിൽ നിന്ന് സെൻഡ് ചെയ്തു ഒരു സോഴ്സിലേക്ക്, ബിക്കോസ് അത് അവിടെ ഒരു കൺജഷൻ നടന്നു എന്ന് നമുക്കത് ഇൻഫോം ചെയ്യാം. അത്രയാണ് നമ്മുടെ എന്താ പറയാ എയിം. അതിന് പറയുന്ന പേര് എക്സ്പ്ലിസിറ്റ്, ബാക്ക് പ്രഷർ, ചോക്ക് ഓർ റീട്രാൻസ്മിഷൻ. യെസ്, യുവർ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ നമ്പർ 3, ചോക്ക്. സോ കൺജഷൻ കൺട്രോളിൽ നമ്മുടെ മെയിൻ ആയിട്ട് നമുക്ക് ഇത് ഡിറ്റക്ട് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ റൗട്ടർ അല്ലെങ്കിൽ നോഡാണ്. സോ റൗട്ടർ ഓർ നോഡ് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട് കൺജഷൻ. സോ അതാണ് ഇൻഫോം ചെയ്യുന്നത് സോഴ്സിൽ, അല്ലെ? സോ ഇവിടെ നമ്മൾ ആൻസർ നമുക്ക് വന്നിരിക്കുന്നത് ചോക്ക് പാക്കറ്റ് ആണ്. ആക്ച്വലി ചോക്ക് പാക്കറ്റ് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കൺട്രോൾ പാക്കറ്റ് ആണ് നമ്മുടെ ചോക്ക് പാക്കറ്റ് എന്ന് പറയുന്നത്. ഇത് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതിലാണോ, ഇത് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ICMP, ഇന്റർനെറ്റ് കൺട്രോൾ ആയിട്ടുള്ള മൊബൈൽ പ്രോട്ടോകോൾ, ഇതിലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. സോഴ്സ് ക്വെഞ്ച് ഓർ ഇറ്റ് ക്യാൻ ബി ഡിപ്രിക്കേറ്റഡ്. ഓക്കെ. അടുത്ത നമ്മുടെ ആളാണ് ബാക്ക് പ്രഷർ. ഈ ബാക്ക് പ്രഷർ ഒരിക്കലും നമ്മുടെ എന്താ പറയാ കൺജഷൻ കൺട്രോൾ ടെക്നിക് ആണ്, അത് പാക്കറ്റ് അല്ല. ഓക്കെ, ദിസ് ഇസ് ഓൾസോ കൺജഷൻ കൺട്രോൾ ടെക്നിക് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് പാക്കറ്റ്. അടുത്തത് എക്സ്പ്ലിസിറ്റ് ആണ്. എക്സ്പ്ലിസിറ്റ് എന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല്, എക്സ്പ്ലിസിറ്റ് എന്ന് പറയുന്നത് എക്സ്പ്ലിസിറ്റ് കൺജഷൻ നോട്ടിഫിക്കേഷൻ ആണ്, ECN. ഇതും എന്തല്ല, ദിസ് ഇസ് ഓൾസോ നോട്ട് പാക്കറ്റ്. ക്ലിയർ? ഇനി വരുന്നത് റീട്രാൻസ്മിഷൻ ആണ്. റീട്രാൻസ്മിഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മളിപ്പോ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് പാക്കറ്റ് സെൻഡ് ചെയ്യുന്നു. സോ പാക്കറ്റ് സെൻഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഡാറ്റ ലോസ് സംഭവിച്ചു, രീതിയിൽ എന്തെങ്കിലും ഒരു ലോസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പാക്കറ്റ് ലോസസ് സംഭവിക്കുമ്പോഴൊക്കെയാണ് നമ്മൾ ഈ റീട്രാൻസ്മിഷൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും പാക്കറ്റ് അയക്കും. അതല്ലേ നമ്മുടെ പരിപാടി. ഒരു ഇതിൽ നിന്ന് നമ്മൾ ഒന്നിലേക്ക് പാക്കറ്റ് സെൻഡ് ചെയ്യുമ്പോൾ ഇവിടെ പാക്കറ്റ് എത്തിയില്ല, എന്തെങ്കിലും ഒരു ലോസ് സംഭവിച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് വീണ്ടും സെൻഡ് ചെയ്യും. അത്രയേ ഉള്ളൂ. സോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇതും പാക്കറ്റ് ലോസിലാണ് സംഭവിക്കുന്നത്. ദിസ് ഓൾസോ നോട്ട് റിലേറ്റഡ് ടു കൺജഷൻ കൺട്രോൾ. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ചോക്കാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ പ്രോസസ് ഫോളോഡ് in order to find difficult, unknown and hidden information about the software system. So software systemത്തിനെ കുറിച്ചിട്ടുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്കൊട്ടും അറിയാത്ത അൺനോൺ ആയിട്ടുള്ള ഹിഡൻ ഇൻഫർമേഷൻസ് ഒക്കെ ഏത് പ്രോസസ്സിന്റെ അണ്ടറിലാണ് വരിക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ആർ ഫസ്റ്റ് വൺ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, സെക്കൻഡ് സോഫ്റ്റ്വെയർ റീ എഞ്ചിനീയറിംഗ്, തേർഡ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ഓർ ഇൻവേഴ്സ് എഞ്ചിനീയറിംഗ്. ഓക്കെ, എന്തായിരിക്കും നമ്മുടെ ഓപ്ഷൻസ്? സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണോ, റീ എഞ്ചിനീയറിംഗ് ആണോ, റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആണോ, or ഇൻവേഴ്സ് എഞ്ചിനീയറിംഗ് ആണോ? യെസ്, യുവർ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 3, റിവേഴ്സ് എഞ്ചിനീയറിംഗ്. അപ്പൊ എല്ലാത്തിന്റെയും മീനിങ് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്, കാരണം ഓരോന്ന് എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് മീൻസ് അത് എന്തിലായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇറ്റ് വിൽ ബി ഡിപ്പെൻഡ് മെയിൻലി വിത്ത് ദ ഡെവലപ്മെന്റ്, ഐ മീൻ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആൻഡ് മെയിന്റനൻസ്, അതിന്റെ ടെസ്റ്റിംഗ് എല്ലാം വരുന്നതാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. സോ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന്റെ പ്രത്യേകത, ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ സിസ്റ്റമാറ്റിക് ഡെവലപ്മെന്റ് ആൻഡ് ദ മെയിന്റനൻസ് ഓഫ് എ സോഫ്റ്റ്വെയർ. അതാണ് നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ ആ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നുണ്ട് അല്ലെ. ഇനി സോഫ്റ്റ്വെയർ റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മളെ കയ്യിൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, ആ സോഫ്റ്റ്വെയറിൽ ചിലപ്പോൾ യൂസർ റിക്വയർമെന്റിലോ എന്തോ ഒരു റീസൺ കാരണം നമ്മൾ അതിനെ മോഡിഫൈ ചെയ്യുന്നു ഫോർ എനേബിളിംഗ് സം ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഫീച്ചേഴ്സ് എനേബിൾ ചെയ്യാൻ, അല്ലെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ഈ പെർഫോമൻസിന് വേണ്ടി നമ്മൾ അതിനെ ചെയ്ത് ഇംപ്രൂവ് ചെയ്യുന്നു, അങ്ങനെ.
സോ സോഫ്റ്റ്വെയർ റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് വി ആർ ഇംപ്രൂവിംഗ് ഓർ മോഡിഫൈയിങ് ദ എക്സിസ്റ്റിംഗ് സോഫ്റ്റ്വെയർ ടു മേക്ക് ഇറ്റ് മോർ മെയിൻറ്റെയിനബിൾ. കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന പാകത്തിന് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറിനെ മോഡിഫൈ ചെയ്യുക അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യുക എന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റീ എഞ്ചിനീയറിംഗ്. അടുത്തത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആണ്. റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ദ പ്രോസസ് ഓഫ് അനലൈസിങ് ദ സോഫ്റ്റ്വെയർ. റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ നോർമലി നമ്മൾ ഡിസൈൻ ചെയ്ത് പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്തു. ഇനി അതിനെ തിരിച്ച് നമ്മൾ അതിനെ റിവേഴ്സ് ചെയ്യുക. അതായത് ഇപ്പൊ ഉള്ള ആ മെയിൻ സോഫ്റ്റ്വെയറിൽ നിന്ന് അതിന്റെ പാർട്സ് എടുത്ത് അതിന്റെ ഡിസൈന്, ആർക്കിടെക്ചർ, അതിന്റെ ഉള്ളിൽ നമ്മൾ എന്തൊക്കെ കോമ്പണന്റ് യൂസ് ചെയ്ത് അങ്ങനെ റിവേഴ്സ് കൊണ്ടുവരാം. ഓക്കെ, അതിനാണ് നമ്മൾ റിവേഴ്സ് എഞ്ചിനീയറിംഗ്. സോ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ഇൻ ദ സെൻസ് വി ആർ ട്രൈങ് ടു അനലൈസിങ് ദ സോഫ്റ്റ്വെയർ ടു എക്സ്ട്രാക്ട് ദ ഡിസൈൻ, അതിന്റെ ഇപ്പോഴത്തെ ഡിസൈൻ, then architecture, then we are find outing the hidden information and when it is difficult or not available. Okay, so reverse engineering in the sense നമ്മൾ എന്താ ചെയ്യുന്നത്, ആ ഒരു ഇപ്പൊ സോഫ്റ്റ്വെയർ എക്സാക്ട് ബിൽഡ് ചെയ്ത് അതിനെ തിരിച്ചു വർക്ക് ചെയ്യുക. അതായത് ഇപ്പൊ ഉള്ള ആ ഒരു മെയിൻ സോഫ്റ്റ്വെയറിനെ തിരിച്ച് അതിന്റെ ഡിസൈൻ എന്താണ്, ഏതൊക്കെ കോമ്പണന്റ് യൂസ് ചെയ്ത് അതിന്റെ ഉള്ളിൽ എങ്ങനെ വർക്കിംഗ്, അങ്ങനെ റിവേഴ്സ് പോകുന്നത്. നേരെ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോസസ്സിന്റെ റിവേഴ്സ്. ഇത്രയുള്ള റിവേഴ്സ് എഞ്ചിനീയറിംഗ്. ഇൻവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി അങ്ങനത്തെ ഒരു ടെർമിനോളജി നമുക്ക് വരുന്നില്ല ഇൻവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആർക്കിടെക്ചറും ഹിഡൻ ഇൻഫോർമേഷൻസും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് എപ്പോഴാണ്? റിവേഴ്സ് എഞ്ചിനീയറിംഗിലാണ്. കാരണം ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റിട്ടേൺ നോക്കുമ്പോഴാണ് അതിലെ കോഡിങ് ഏതാണ്, അത് ഇത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. ക്ലിയർ ആയാലോ? റീ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അതിനെ മോഡിഫൈ ചെയ്യുക. നോർമൽ എഞ്ചിനീയറിംഗ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണ്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ ഗ്രൂപ്പ് ഓഫ് 120 people ഉണ്ട്. അതിൽ 65 ഈറ്റ് ചെയ്യുന്നു റൈസ്, 45 is eating beer bread, and 42 is eating curd, and 20 is eat both curd and bread, and 25 eat both rice and curd, and 15 eats both bread and curd, and 8 eat all of the 3 items. Which of the following is a number of people who eat at least one of the 3 items? ഏതെങ്കിലും മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് കഴിക്കാനുള്ള ചാൻസ്. സി, ഈ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് കണ്ടാറ് ഇത് നമ്മുടെ ഇൻക്ലൂഷൻ പ്രിൻസിപ്പിൾ ആണ്. അതായത് നമ്മുടെ പ്രോബിലിറ്റി ഇതിൽ വരുന്ന ഇൻക്ലൂഷൻ പ്രിൻസിപ്പിൾ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത്. റൈസ് ഈറ്റ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് ഏതൊക്കെയാണ് ടോട്ടല് 120 പീപ്പിള്, അതില് റൈസ് ഈറ്റ് ചെയ്യുന്നവര്, പിന്നെ ബ്രെഡ്, ഓക്കെ, കേർഡ്, ഈ മൂന്നെണ്ണാണ് നമുക്ക് വരുന്നത്. മേ ബി റൈസ് ഇന്റർസെക്ഷൻ ബ്രെഡ് വരാം, അല്ലെങ്കിൽ റൈസ് ഇന്റർസെക്ഷൻ കേർഡ് വരാം, ബ്രെഡ് ഇന്റർസെക്ഷൻ കേർഡ് വരാം, അല്ലെങ്കിൽ റൈസ് ഇന്റർസെക്ഷൻ ബ്രെഡ് ഇന്റർസെക്ഷൻ കേർഡ്. ഇത് മൂന്നും കഴിക്കുന്നവര് വരെ, ഇത് മൂന്നും കോമൺ ആയിട്ട് കഴിക്കുന്നവരുണ്ട്. അതാണ് നമ്മുടെ 8. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇൻഡ് തന്നത്. റൈസും കേർഡും കഴിക്കുന്നവര് എത്രയാണ്? 25. ബ്രെഡ് ആൻഡ് കേർഡ് 15. രണ്ടും കഴിക്കുന്നവര് 20. ഓക്കെ, റൈസ് കഴിക്കുന്നത് 64, 45 ആൻഡ് 42. ഇങ്ങനെയാണ് നമ്മുടെ വാല്യൂസ് ഉള്ളത്. എല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഡയറക്റ്റ് എല്ലാം കൂടി അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒന്ന് കഴിക്കുന്നവരുടെയാണ് നമ്മുടെ ചോദ്യം. സോ വി ഹാവ് സം ഓപ്ഷൻസ്. ഫസ്റ്റ് വൺ 56, സെക്കൻഡ് 100, തേർഡ് 92 ആൻഡ് ഫോർത്ത് 65. യെസ്, യുവർ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 200. എങ്ങനെയാ വന്നേ നോക്കിയേ. ഞാൻ പറഞ്ഞു ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. റൈസ്, ബ്രെഡ് ആൻഡ് വി ഹാവ് കേർഡ്. സോ എല്ലാം കൂടി കഴിക്കുന്ന എന്ന് ഉദ്ദേശിച്ചത് എന്താന്ന് പറഞ്ഞാല് ഇതിൽ ഏതെങ്കിലും ഒന്ന് കഴിക്കുക എന്ന് ഉദ്ദേശിച്ചത് അറ്റ്ലീസ്റ്റ് ഒന്നും അല്ലെങ്കിൽ മാക്സിമം 3. സോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ 3 കഴിക്കുന്നവരുടെ ഇതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ റൈസ് ഉണ്ട്, അതായത് റൈസിന്റെ കൗണ്ട് പ്ലസ് ബ്രെഡ് കൗണ്ട് പ്ലസ് കേർഡ് മൈനസ് റൈസ് ഇന്റർസെക്ഷൻ ബോത്ത് റൈസ് ആൻഡ് ബ്രെഡ് പ്ലസ് റൈസ് ആൻഡ് കേർഡ് പ്ലസ് ബ്രെഡ് ആൻഡ് കേർഡ് പ്ലസ് ബോത്ത് അതിന്റെ എല്ലാം കൂടെ വരുന്നത്. ഓക്കെ, സോ എങ്ങനെയായിരിക്കും നിങ്ങൾ പറഞ്ഞേ? റൈസ് വരുന്നത് 64 പ്ലസ് ബ്രെഡ് വരുന്നത് 45. സോ യുവർ ആൻസർ വിൽ ബി 65 പ്ലസ് 45 പ്ലസ് 42 മൈനസ് നമ്മുടെ കോമൺ ഐറ്റംസ് ഏതൊക്കെയാണ്? 20 പ്ലസ് 25 പ്ലസ് 15 പ്ലസ് എല്ലാം കഴിക്കുന്ന ആള്. അപ്പൊ നമുക്ക് ടോട്ടലി 152 മൈനസ് 68 കിട്ടും. യു വിൽ ബി ഗെറ്റിംഗ് 100. ക്ലിയർ ആയോ?
minus 60 plus 8 എന്ന് വരിക, sorry 60 plus 8 എന്ന് വരും, we will be getting 100. Okay, so 100 people ആണ് അറ്റ്ലീസ്റ്റ് ഈ 1 of the 3 items കഴിക്കുന്നത്. ബാക്കി അപ്പൊ മൊത്തം എത്രയാണ്? 120 ആൾക്കാരാണ്. അതിൽ 3 ഐറ്റം കൂടി കഴിക്കുന്നത് 100 ആൾക്കാരാണ്. അപ്പൊ നൺ ഏതാണ്? ഒന്നും കഴിക്കാത്തവർ ആരാണ്? 20 people. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇത്രയും ഇതില് എല്ലാം കഴിക്കുന്നത് കഴിച്ചു, ഒന്നും കഴിക്കാത്തത് എത്ര പേരാണ്? ഒന്നും കഴിക്കാത്തത് എത്ര പേര് എന്ന് പറഞ്ഞാല് ഇതിൽ എല്ലാം കഴിക്കുന്നവരെ കണ്ടുപിടിക്കുക, എന്നിട്ട് 120 ആ ഒരു 100ന്റെ വാല്യൂ റെഡ്യൂസ് ചെയ്താൽ. ക്ലിയർ ആയല്ലോ? Here is our next question. Consider the following steps involved in the application of genetic algorithm for a problem. So തന്നിരിക്കുന്ന steps ഇതാണ്. Select a pair of parents from the population. Second, apply the mutation at each locus with probability PM. Next, calculate the fitness of each member of the population. Last, apply crossover with probability PC to form offsprings. Clear? ഇതാണ് നമുക്ക് ജനറ്റിക് അൽഗോരിതത്തിൽ തന്നിരിക്കുന്ന സ്റ്റെപ്സ്. തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കിയേ. ACBD, സെക്കൻഡ് CADB, തേർഡ് CABD ആൻഡ് ഫോർത്ത് ADBC. എന്തായിരിക്കും? വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. സ്റ്റെപ്സ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. യെസ്, യുവർ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ നമ്പർ 2 CADB. വൈ? ബിക്കോസ് ഒരു ജനറ്റിക് അൽഗോരിതം നമ്മൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സാമ്പിൾ പോപ്പുലേഷൻ എടുക്കും അല്ലെ. സോ ആ ഒരു പോപ്പുലേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്ത് അതിന് നമ്മൾ ഓരോ ഇൻഡിവിജ്വൽസിനെയും എന്ത് കാൽക്കുലേറ്റ് ചെയ്യും? ഫിറ്റ്നസ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. സോ ആദ്യത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഫിറ്റ്നസ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു പോപ്പുലേഷൻ ഇനീഷ്യലൈസ് ചെയ്യുക, എന്നിട്ട് ആ ഇൻഡിവിജ്വൽസിന്റെ ഫിറ്റ്നസ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ ഫിറ്റ്നസ് ഓഫ് ഈച്ച് മെമ്പർ ഇൻ ദ പോപ്പുലേഷൻ. ദിസ് ഇസ് അവർ ഫസ്റ്റ് സെക്കൻഡ് സ്റ്റെപ്പ്. സോ ഈ ഫിറ്റ്നസ് വാല്യൂല് വെച്ച്, അതായത് ഹൈയസ്റ്റ് ഫിറ്റസ്റ്റ് ഏതാണ്? ഹൈയസ്റ്റ് ഫിറ്റ്നസ് വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹൈയസ്റ്റ് ഫിറ്റ്നസ് വാല്യൂ ഈസ് കൺസിഡേർഡ് ആസ് പാരന്റ്സ്. ഓക്കെ, അതായത് ഈ ഒരു ഇതില് ഹൈയസ്റ്റ് മെമ്പേഴ്സ് വിത്ത് ഹൈയസ്റ്റ് ഫിറ്റ്നസ് വാല്യൂ ഈസ് കൺസിഡേർഡ് ആസ് എ പാരന്റ്സ് ബേസ്ഡ് ഓൺ ദെയർ ഫിറ്റ്നസ്. ഇത് അടുത്ത സ്റ്റെപ്പ്. ഇനി പാരന്റ്സിനെ നമുക്ക് കിട്ടി, ഇനി നമ്മൾ എന്ത് ചെയ്യണം? അവരെ വെച്ച് നമ്മൾ ക്രോസ് ഓവർ ചെയ്യണം. സോ ക്രോസ് ഓവർ ചെയ്യുന്നത് വിത്ത് എ പ്രോബിലിറ്റി PC എന്ന് പറയുന്ന പാരന്റ് പ്രോബിലിറ്റി നമുക്കുണ്ട്, ക്രോസ് ഓവർ പ്രോബിലിറ്റി. ദെൻ വാട്ട് വി വിൽ ഡു? ഈ പാരന്റ്സിനെ നമ്മൾ ക്രോസ് ഓവർ ചെയ്യുന്നു. ക്രോസ് ഓവർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓസ്പ്രിങ് ഉണ്ടാക്കി. ഇനി ഈ ഓസ്പ്രിങ്ങിൽ തന്നെ സംടൈംസ് വി ഹാവ് ടു ഡു സം കൈൻഡ് ഓഫ് മ്യൂട്ടേഷൻ. ഓക്കെ, സോ പാരന്റ് സെലക്ഷൻ നമ്മൾ കഴിഞ്ഞു. പാരന്റ്സിനെ സെലക്ട് ചെയ്ത് നമ്മൾ ഇനി അവരെ ക്രോസ് ഓവർ ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? ഓസ്പ്രിങ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഓസ്പ്രിങ്സ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പരിപാടി എന്താണ്? മ്യൂട്ടേഷൻ ആണ്. കാരണം ഏതെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള ചേഞ്ചസ് വരുത്തുന്ന രീതിയിൽ വരും മ്യൂട്ടേഷൻ. ബിക്കോസ് 1 കോഡിങ്, 2 കോഡിങ്, ബൈനറി കോഡിങ്, യൂണി, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ടൈപ്പ് ഉണ്ട് മ്യൂട്ടേഷനില്. ഓക്കെ, സോ ജനറ്റിക് അൽഗോരിതം എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഇനീഷ്യലൈസ് ചെയ്യുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഒരു ഉള്ള പോപ്പുലേഷനിൽ നിന്ന് ഹയസ്റ്റ് ആയിട്ടുള്ള ഫിറ്റ്നസ് വാല്യൂ കണ്ടുപിടിക്കുക. ആ ഹയസ്റ്റ് ഫിറ്റ്നസിൽ നിന്ന് ഏറ്റവും ഇതിൽ ഏതാണോ ഹയസ്റ്റ് ഫിറ്റ്നസ് അതിനെ നമ്മൾ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ സെലക്ട് ചെയ്ത പാരന്റ്സിനെ നമ്മൾ ക്രോസ് ഓവർ ചെയ്യുക. ക്രോസ് ഓവർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അവരെ എന്ത് ചെയ്യുക? മ്യൂട്ടേഷൻ ചെയ്യും. ക്ലിയർ ആയോ? ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Consider the following piece of C programming code. ഇവിടെ integer x is equal to 120 and y is equal to 110. Do loopല് if x greater than y, if x greater than y ആണെങ്കിൽ x is equal to x minus y എന്ന് കിട്ടും, അല്ലെങ്കിൽ y is equal to y minus x എന്ന് കിട്ടും. ഓക്കെ, ഇനി അതല്ല x not equal to y ആണെങ്കിൽ, while x not equal to y, then you have to print x. ഇതാണ് നമ്മുടെ കോഡ് തന്നിരിക്കുന്നത്. എക്സും വൈയും ഇനീഷ്യലൈസ് ചെയ്തു, കണ്ടീഷൻ ഉണ്ട്, അതിന് കണ്ടീഷൻ കൊടുക്കുമ്പോൾ പെർട്ടിക്കുലർ റിസൾട്ട് കിട്ടും. ഗ്രേറ്റർ ദാൻ ആവുമ്പോഴും ലെസ് ദാൻ ആവുമ്പോഴും ഇനി നോട്ട് ഈക്വൽ ടു ആവുമ്പോഴും നമ്മൾ അതിനെ പ്രിന്റ് ചെയ്യും. ഓക്കെ, യെസ്. വിച്ച് വൺ വിൽ ബി ദ ഔട്ട്പുട്ട്? ഏതാണ് ഔട്ട്പുട്ട്? ഔട്ട്പുട്ട് വാല്യൂസ് ഇതാണ്: 18, 2, 92 ആൻഡ് 74. ഏതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട്? 18 ആണോ, 2 ആണോ, 92 ആണോ, 74 ആണോ? നല്ലപോലെ നോക്കുക. ലൂപ്പ് ഉണ്ട്, പിന്നെ അതിനകത്ത് കണ്ടീഷൻസും നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, യുവർ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ നമ്പർ 2
Why? Because see ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ ലൂപ്പ് റിപ്പീറ്റഡ്ലി സബ്ട്രാക്ട് ചെയ്യുന്നുണ്ട് സ്മോളർ നമ്പർ ഫ്രം ദ ലാർജ് നമ്പർ and it become well until it become same. Because when x greater than y, when x less than y, ഇങ്ങനെയല്ല. അപ്പൊ x ആണ് വലുതാവുന്നതെങ്കിൽ നമ്മൾ x minus y ചെയ്യുന്നു. ഇനി x less than ആണ്, സപ്പോസ് y greater than ആണ്. See, suppose y greater than x ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? y minus x ആണ് അല്ലെ? സോ എക്സും വൈയും ഈക്വൽ ആവുന്ന സമയത്ത് നമ്മളെ ലൂപ്പ് എന്തായിരുന്നുണ്ട്? സ്റ്റോപ്പ് ആവും അല്ലെ? എക്സും വൈയും ഈക്വൽ ആവുമ്പോൾ നമ്മുടെ ലൂപ്പ് സ്റ്റോപ്പ് ആവും. അപ്പോഴുള്ള നമ്മുടെ വാല്യൂ ആണ് 128 and 110 നമ്മുടെ ക്വസ്റ്റ്യന് തന്നിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ആദ്യത്തെ നമ്മളെ 128ഉം 110ഉം ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ഇതിൽ ഏതാണ് വലുത്? 128 ആണ്. സോ നമ്മൾ എന്ത് ചെയ്തു? ഇതിലെ നിന്ന് കുറച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 18 കിട്ടി. ഇനി ഇപ്പത്തെ നമ്മുടെ വാല്യൂ ഏതാണ്? എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇത് എക്സ് മൈനസ് വൈ അല്ലേ? സോ ഇവിടുത്തെ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പത്തെ എന്താണ്? ന്യൂ വാല്യൂ ഏതാണ്? ന്യൂ വാല്യൂസ് ആണ് 18,110. ഓക്കെ, ഇപ്പൊ 18,110. ഇനി ഇതിൽ ഏതാണ് ബിഗ്? ഇതാണ്. 18,110 ഇതാണ് ബിഗ്. അപ്പൊ അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്താണ്? അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് 110 മൈനസ് 18 ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 92 എന്ന് കിട്ടും. സോ നമ്മുടെ അഗൈൻ ന്യൂലി പെയർ 18ഉം 92 ആയി. സോ ഇത് എക്സ് വൈ ആയി. ഇവിടെ y ഗ്രേറ്റർ ദാൻ എക്സ് ആണ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ നോക്കിയാൽ ഇപ്പൊ 19 ഇതാണ് നമ്മുടെ എക്സ്, ഇതാണ് നമ്മുടെ y. ഇവിടെ y ആണ് അഗൈൻ ഗ്രേറ്റർ ദാൻ. സോ ഞാൻ 92 മൈനസ് 18 ചെയ്തു. അപ്പൊ എനിക്ക് 74 കിട്ടും. സോ ദിസ് ഇസ് 18,74 എന്ന് വന്നു. ഇനി അടുത്തത് എനിക്ക് 74 ആണ് വലുത്. സോ 74 മൈനസ് 18 ഞാൻ ചെയ്തു. അപ്പൊ എനിക്ക് 56 എന്ന് കിട്ടി. സോ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 18 ആയിരിക്കും, വൈയുടെ വാല്യൂ 56. അടുത്തത് ഇപ്പൊ 56 അല്ല നമ്മുടെ അടുത്തുള്ള. ഇനി ഞാൻ എന്ത് ചെയ്തു? 56 മൈനസ് 18 ചെയ്തു. അപ്പൊ എനിക്ക് കിട്ടിയത് 38 ആണ്. സോ എന്റെ പെയർ 18,36 എന്ന് വരും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പെയർ കണ്ടുപിടിക്കുക ആ ഒരു സ്റ്റെപ്പിന്റെ. ഇനി അൺടിൽ എവിടെ വരെ ചെയ്യണത്? ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരുന്നിട്ട് ഏത് കണ്ടീഷനിലാണോ ഈക്വൽ ആവുന്നത്? ഞാൻ പറഞ്ഞില്ലേ, അതായത് എക്സ് ഗ്രേറ്റർ ദാൻ വൈ അല്ലെങ്കിൽ വൈ ഗ്രേറ്റർ ദാൻ എക്സില് ഇത് എക്സും വൈയും ഈക്വൽ ആയി വരുന്ന സിറ്റുവേഷൻ വരെ നമ്മൾ ചെയ്യണം. കാരണം അപ്പോഴാണ് എന്താവുന്നത്? അത് ഈക്വൽ ആവുന്നത് അല്ലെ? അപ്പൊ അത് ഈക്വൽ ആവുന്നത് വരെ നമ്മൾ ഈ പരിപാടി ചെയ്യണം. സോ അങ്ങനെയാണെങ്കിൽ 38 അങ്ങനെ വരും. 38 മൈനസ് 20 എന്ന് പറയുമ്പോൾ ഈക്വൽ ടു 20 വരും. അടുത്തത് 20 മൈനസ് 18 എന്ന് പറയുമ്പോൾ 2 വരും. സോ 18,2 എന്ന് വരും. അടുത്തത് 18 മൈനസ് 2 ആവുമ്പോൾ എത്രയായി? വാല്യൂ എക്സിന്റെ വാല്യൂ 16 ആയി. ഇനി 16ഉം 2 ഇതിൽ ഏതാണ് വലുത്? 16. സോ 16 മൈനസ് 2 എന്ന് പറയുമ്പോൾ 14. അപ്പൊ എക്സിന്റെ വാല്യൂ മാറി. ഇനി 14 മൈനസ് 2 എന്ന് പറയുമ്പോൾ 12. എക്സിന്റെ വാല്യൂ 12 ആയി. അടുത്തത് 12 മൈനസ് 2 10 ആയി. എക്സിന്റെ വാല്യൂ 10 ആയി. 10 മൈനസ് 2 8 ആയി എക്സിന്റെ വാല്യൂ. Then again x ന്റെ വാല്യൂ 6, again x ന്റെ വാല്യൂ 4, 4 minus 2 x ന്റെ വാല്യൂ 2. See, ഇവിടെയാണ് നമ്മുടെ കണ്ടീഷൻ. അതായത് x is equal to 2, y is equal to 2. Here x equal to y ആയി, equal to 2 ആയി. സോ ഈ ഒരു കണ്ടീഷനിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇത് സ്റ്റോപ്പ് ആവുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഏത് ടൈമിലാണ് അത് സ്റ്റോപ്പ് ആവാനാണ്? സോ യുവർ വാല്യൂ വിൽ ബി 2. At the value 2, x and y will be equal. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഗ്രേ കോഡ് ഇക്വലന്റ് ടു ഡെസിമൽ നമ്പർ 8. 8ന്റെ ഗ്രേ കോഡ് ഇക്വലന്റ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. വാല്യൂസ് 1000, 1100, 1010, 11110 നമ്മുടെ ഗ്രേ കോഡ് ഇക്വലൻസിന്റെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. യെസ്, 8നെയാണ് നമ്മൾ മാറ്റേണ്ടത്. യുവർ കറക്റ്റ് ആൻസർ ഈസ് 1100. നിങ്ങൾക്കറിയാലോ, അതായത് 8ന് നമ്മൾ ഡെസിമൽ നമ്പർ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഈക്വലന്റ് എത്രയാണ്? 10. അതായത് 2 raised to 1, 2 raised to 0, 2 raised to 1, 2 raised to 2, 2 raised to 3. നമുക്കറിയാം 8420. സോ 100. ഇതാണ് നമ്മുടെ എന്തിന്റെ നമ്പർ? 8. ഇനി 8ന്റെ നമ്പറിൽ നമുക്ക് എന്ത് ചെയ്തു? 1000 ആണ് നമ്മൾ ബൈനറിയിലേക്ക് നമ്മൾ മാറ്റി. ഇനി ഇതിലെ ഫസ്റ്റ് ഗ്രേ ബിറ്റ് എന്ന് പറയുന്നത്, അതായത് ഇതില് ഗ്രേ ഓഫ് 1 എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. ഇനി ഗ്രേ ഓഫ് 2 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ രണ്ടെണ്ണം എടുക്കും. അതായത് ഈ രണ്ടെണ്ണത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എക്സോർ ചെയ്യും.
അതായത് ഓപ്പോസിറ്റ് എക്സോറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് വാല്യൂസ് വരുവാണെങ്കിൽ 1 ആണ്, സെയിം ആണെങ്കിൽ 0 ആണ്. സോ ഓപ്പോസിറ്റ് ഇൻ ദ സെൻസ് 1-0 ആവാം, 0-1 ആവാം. ഓക്കെ, സെയിം എന്ന് പറയുമ്പോൾ 0-0 ആവാം അല്ലെങ്കിൽ 1-1. ഇങ്ങനെയാണ് രണ്ട് കേസ് വരും. സോ എക്സോറിന്റെ ഗ്രേഡ് 2 എന്ന് പറയുന്ന വാല്യൂ എങ്ങനെ വരും? 1 XOR 0. 1 XOR 0 എന്ന് പറയുമ്പോൾ 1. Then അടുത്ത വാല്യൂ എന്ത് വരും? 0-0. ഈ 0-0 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 0, ബിക്കോസ് സെയിം വാല്യൂ ആകുമ്പോൾ 0 ആണ് XOR. Then again അടുത്ത വാല്യൂ ലാസ്റ്റ് 2 0, അതും നമ്മൾ ചെയ്താൽ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഇപ്പൊ നമ്മുടെ വാല്യൂ എങ്ങനെ എഴുതി? ഗ്രേ കോഡിലെ വാല്യൂ എന്ന് പറയുന്നത് 1-1-0-0. സോ 1-0-0 എന്ന് പറയുന്ന ബൈനറി ആണ്. അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യുന്ന തെറ്റ് എന്താണോ ആ തന്നതിനെ വേഗം ബൈനറിയിലേക്ക് മാറ്റിയിട്ട് നമ്മൾ നോക്കുക ഈ ഓപ്ഷൻ ഉണ്ടോ, അപ്പൊ അത് കറക്റ്റ് ആയിട്ട്. പക്ഷെ ഈ തെറ്റും ഉണ്ട്, നിങ്ങൾ 1000 ഉണ്ട്, 10000 ഉണ്ട്, 1100 ഉണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ എന്താന്ന് വെച്ചാല് ആ ബൈനറിയിലെ രണ്ട് പെയർ എടുക്കുക, ആ രണ്ട് പെയറിനെ എക്സോർ ചെയ്യുക, അത്രയേ ഉള്ളൂ പരിപാടി. എന്നിട്ട് കിട്ടുന്ന വാല്യൂ ഏതാണോ അതിനെ ഒരേപോലെ സീക്വൻഷ്യൽ ആയിട്ട് എഴുതുക, അത് എത്രയാണോ എന്നുള്ളത് ആയിരിക്കും അതിന്റെ ഗ്രേ വാല്യൂ. അടുത്തത് which of the following is not a valid property over two fuzzy relation S and R and S, such as obeyed for performing lambda cut defuzzification. Defuzzifications വരുന്നത് ഏതാണെന്നാണ്. ഒന്ന് R complement union S complement subscript lambda is equal to R complement R lambda, R lambda complement union S lambda complement. Then R complement intersection S complement is equal to R lambda complement intersection S lambda complement. അടുത്തത് R complement all complement is not equal to R lambda complement except when lambda is equal to 1. For any less than or equal to beta, where 0 less than or equal to beta less than or equal to 1, it is true for R beta subset of R beta subset and equal to R lambda. Clear ആയോ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് വാലിഡ് കണ്ടീഷൻ അല്ലാത്തത് ഏതാന്നാണ്. യെസ്, your correct answer is option number 4. For any less than or equal to beta, where 0 less than or equal to beta less than or equal to 1, it is true that R beta subset of R alpha. So എന്താണെന്ന് വരാൻ കാരണം എന്ന് വെച്ചാൽ ഒരു ഫസി സെറ്റ് നമ്മൾ R എടുക്കുകയാണെങ്കിൽ ലാംഡ കട്ട് എന്ന് പറയുന്നത് ആക്ച്വലി അത് മോണോട്ടോൺ ആണ്. ലാംഡ കട്ട് ഇസ് മോണോട്ടോൺ. മോണോട്ടോൺ ഇൻ ദ സെൻസ് ദാറ്റ് ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബീറ്റ ആണെങ്കിൽ ആർ ബീറ്റ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് എന്തായിരിക്കും? ആർ ആൽഫ ആയിരിക്കും. ബിക്കോസ് ആർ ആൽഫ എന്ന് പറയുന്നത് എക്സ് സച്ച് ദാറ്റ് മ്യൂ ആർ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണ്. സോ ഓപ്ഷൻ 1 ആക്ച്വലി റിവേഴ്സ് ഇൻക്ലൂഷൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ തിരിച്ചാണ് പറഞ്ഞത്. ഇത് ആക്ച്വലി ഇത് റിവേഴ്സ് ആണ് പറഞ്ഞത്. ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ തെറ്റാണ്, കാരണം കറക്റ്റ് ഇതാണ്. അതായത് ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബീറ്റ ആണെങ്കിൽ ആർ ബീറ്റ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് എന്തായിരിക്കും? ആർ ആൽഫ ആയിരിക്കും. അപ്പൊ ഈ തന്നത് തെറ്റാണ്. ഇനി ഓപ്ഷൻ 1 and 2 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആൽഫ കട്ടിന്റെ ഐഡന്റിഫൈസ് ആണ്, ബിക്കോസ് യൂണിയൻ ഇന്റർസെക്ഷൻ ആണ്. യൂണിയൻ ഇന്റർസെക്ഷൻ നോർമൽ വരുന്നതുകൊണ്ട് തന്നെ അത് കറക്റ്റ് ആയിട്ട് തന്നെയാണ് വന്നത്, കാരണം ആ ഒരു സബ്സ്ക്രിപ്റ്റ് മാത്രമേ അതിൽ എക്സ്ട്രാ വന്നു. ഇനി പ്ലീസ് നോട്ട് ദാറ്റ് ദ കോംപ്ലിമെന്ററി ആൻഡ് ലാംഡ കട്ട് ഡു നോട്ട് കമ്മ്യൂട്ട് ദ ജനറൽ സോ ദാറ്റ് ഇനീക്വാലിറ്റി ക്ലെയിംസ് ദർ ഈസ് എ കൺസിസ്റ്റന്റ്. സോ അവിടെ ലാംഡ വരുന്നതും പിന്നെ കോംപ്ലിമെന്റ് വരുന്നതും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ജനറൽ ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺസിഡർ ചെയ്യാൻ പറ്റും. റൈറ്റ്, ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഓപ്പറേറ്റർ യൂസ്ഡ് ഇൻ സി പ്രോഗ്രാമിംഗ് ഗിവൺ ബിലോ. ആംബർസൈൻ then plus equal to greater than or equal to then question mark or semicolon. സോ ഇതിന്റെ ഓപ്പറേറ്റേഴ്സിന്റെ നമ്മളോട് പറഞ്ഞത് ഈ ഒരു ഓപ്പറേറ്റേഴ്സ് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, ചൂസ് among the following the correct order of precedence. തന്നിരിക്കുന്ന ഓപ്പറേറ്ററിൽ ഹയർ ടു ലോവർ നമുക്ക് ആംബർസൈൻ ഉണ്ട്, പ്ലസ് ഈക്വൽ ടു ഉണ്ട്, ഗ്രേറ്റർ ദാൻ ഉണ്ട്. നമുക്ക് തന്നത് എന്താന്ന് വെച്ചാൽ ആംബർസൈൻ ആംബർസൈൻ ഉണ്ട്, പ്ലസ് ഈക്വൽ ടു ഉണ്ട്, ഗ്രേറ്റർ ദാൻ ഉണ്ട്, ആൻഡ് ക്വസ്റ്റ്യൻ മാർക്ക് 2. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ നമ്മുടെ ഓപ്ഷൻസ് ആണ് ഹൈ ടു ലോ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻസ് ആർ CDEBA, CADEB, CDAEB and DCABE.
യെസ്, എന്തായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ? യെസ്, യുവർ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ നമ്പർ 3 CDAEB. വൈ? ബിക്കോസ് ഇവിടെ നിങ്ങൾ ഓപ്പറേറ്റേഴ്സ് നോക്കിയേ, ഈ സി പ്രോഗ്രാമിംഗിലെ ഓപ്പറേറ്റർ പ്രസിഡൻസ് ഹൈ ടു ലോ നമ്മൾ എടുക്കുമ്പോൾ ആദ്യം നമ്മൾ പ്രസിഡൻസ് കൊടുക്കുന്നത് ഷിഫ്റ്റ് ഓപ്പറേറ്റേഴ്സിനാണ്. അപ്പൊ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സ്, ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഫസ്റ്റ് നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് ഷിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ് ആണ്. സോ ഷിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടീഷൻ ആയിട്ട് അല്ലെങ്കിൽ റിലേഷൻ ആയിട്ടൊക്കെ പറയുന്നതാണ്. ഇനി ഷിഫ്റ്റ് ഓപ്പറേറ്റർ കഴിഞ്ഞ അടുത്ത നമ്മൾ കൊടുക്കുന്നത് എന്താണ്? റിലേഷൻ ഓപ്പറേറ്റർ. റിലേഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ലോവർ ദാൻ ഷിഫ്റ്റ് ആണ്, ബട്ട് ഇറ്റ് ഈസ് ഹയർ ദാൻ ലോജിക്കൽ. ഓക്കെ, ആദ്യം ഷിഫ്റ്റ് ഓപ്പറേറ്റർ, ദെൻ റിലേഷണൽ ഓപ്പറേറ്റർ. റിലേഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇനിയാണ് ലോജിക്കൽ ഓപ്പറേറ്റർ. ഇവിടെ രണ്ട് ആൻഡ് ആണ്, അതായത് ലോജിക്കൽ ആൻഡ് ആണ്. സോ ഷിഫ്റ്റ് ഓപ്പറേറ്റർ, ഷിഫ്റ്റ് ഓപ്പറേറ്റർ, റിലേഷൻ ഓപ്പറേറ്റർ, പിന്നെ ലോജിക്കൽ ഓപ്പറേറ്റർ. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് കണ്ടീഷൻ വരുന്നത്. ഓക്കെ, സോ ഷിഫ്റ്റ് ഓപ്പറേറ്റർ, റിലേഷൻ ഓപ്പറേറ്റർ, പിന്നെ നമുക്ക് കണ്ടീഷണൽ ലോജിക്കൽ ഓപ്പറേറ്റർ. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് കണ്ടീഷണൽ ഓപ്പറേറ്റർ വരുന്നത്. ഏറ്റവും ലാസ്റ്റിലാണ് നമുക്ക് അസൈൻമെന്റ് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ഓർഡർ വരുന്നത്. ഷിഫ്റ്റ് വരും ആദ്യം. ഓക്കെ, ആദ്യം നമുക്ക് വരുന്നത് ഏതാണ്? ആദ്യം നമുക്ക് ഷിഫ്റ്റ് വരും, അത് കഴിഞ്ഞ് നമുക്ക് റിലേഷൻ വരും, പിന്നെ നമുക്ക് ലോജിക്കൽ വരുന്നുണ്ട്, പിന്നെ നമുക്ക് വരുന്നത് കണ്ടീഷൻ ആണ്, ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നത് പിന്നെയാണ് ഇത്. അപ്പൊ നമുക്കൊരു പ്രോബ്ലം വരികയാണെങ്കിൽ തന്നെ നമ്മൾ ആദ്യം കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് എന്തിനാണ്? ഷിഫ്റ്റ് ഓപ്പറേറ്റർക്കാണ്. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ ഹയസ്റ്റ് ആയിട്ടുള്ള ഓർഡർ. ഇനി അടുത്തത് നിങ്ങൾ നോക്കിയേ, ലിസ്റ്റ് 1 ലിസ്റ്റ് 2 ഉണ്ട്. ലിസ്റ്റ് 1 വരുന്നത് കൗണ്ട് ടു ഇൻഫിനിറ്റി പ്രോബ്ലം. ദെൻ അടുത്തത് IEEE 802.16, അടുത്തത് IEEE 802.15, അടുത്തത് AODV പ്രോട്ടോകോൾ. ലിസ്റ്റ് 2 വരുന്നത് മൊബൈൽ അഡ്ഹോക് നെറ്റ്വർക്ക്, ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിംഗ്, ദെൻ WiMAX, പിന്നെ ബ്ലൂടൂത്ത്. ഓക്കെ, ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ ഒന്നോ രണ്ടെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. യെസ്, യുവർ ഓപ്ഷൻസ് ആർ A2, B3, C1 and D4. Second, A2, B3, C4 and D1. Third, A2, B4, C3 and D1. And fourth, A4, B3, C1 and D2. Yes. എന്തായിരിക്കും നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ? Your correct option is option number 2, A2, B3, C4 and D1. അപ്പൊ ഇത് എങ്ങനെയാ വരുന്നത് നിങ്ങൾ നോക്കിയേ. ഇപ്പൊ നമ്മള് ഒരു ഇൻഫിനിറ്റി കൗണ്ട് ടു ഇൻഫിനിറ്റി പ്രോബ്ലം നമ്മൾ എടുക്കുമ്പോൾ കൗണ്ട് ടു ഇൻഫിനിറ്റി പ്രോബ്ലം ഓൾവേസ് അത് ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിംഗിലാണ്. സോ ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിംഗിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു കൗണ്ട് ടു ഇൻഫിനിറ്റി പ്രോബ്ലം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിംഗിലെ ഒരു എന്താ പറയാ ഒരു ഇഷ്യൂ ആണ് ഈ ഒരു പ്രോബ്ലം. ഓക്കെ, കൗണ്ട് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിംഗിലെ ഒരു ഇഷ്യൂ ആണ്. ആൻഡ് ക്ലാസിക് ഇഷ്യൂ ഇൻ ഡിസ്റ്റൻസ് വെക്ടർ അൽഗോരിതംസ് ലൈക്ക് RIP. ഓക്കെ, സോ കൗണ്ട് ടു ഇൻഫിനിറ്റി പ്രോബ്ലം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിംഗിൽ ഒരു പ്രോബ്ലം ആണ്. അടുത്തത് നമുക്ക് വരുന്നത് IEEE 802.16. IEEE 802.16 നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാല് WiMAX ആണ്. അടുത്തത് 802.15 യൂസ് ചെയ്യുന്ന ബ്ലൂടൂത്ത് ആണ്. സോ അത് ശ്രദ്ധിക്കണം. IEEE 802 അത് നമുക്ക് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. 802.16ഉം പിന്നെ IEEE 802.15 അങ്ങനെ രണ്ടെണ്ണാണ്. ആക്ച്വലി 802.16 16 യൂസ് ചെയ്യുന്നത് WiMAX-ലാണ്. ബ്ലൂടൂത്ത് വരുന്നത് VPAN ഒക്കെ വരുന്നത് എന്തിലാണെന്ന് വെച്ചാൽ 15ലാണ്. ബ്ലൂടൂത്ത് വരുന്നത് 15ലുമാണ്, WiMAX വരുന്നത് 16ലുമാണ്. ഓക്കെ, AODV പ്രോട്ടോകോൾ ആക്ച്വലി അത് മൊബൈൽ അഡ്ഹോക് നെറ്റ്വർക്കിൽ വരുന്ന ഒരു പ്രോട്ടോകോൾ ആണ്. ഓക്കെ, AODV പ്രോട്ടോകോൾ മീൻസ് ഇറ്റ്സ് എ മൊബൈൽ അഡ്ഹോക് നെറ്റ്വർക്ക് പ്രോട്ടോകോൾ. ക്ലിയർ ആയോ? ഓക്കെ, യെസ്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ റിക്വയർമെന്റ് എലിസിറ്റേഷൻ ടെക്നിക്? എലിസിറ്റേഷൻ ടെക്നിക്സിൽ നമ്മൾ യൂസ് ചെയ്യാത്ത, അതിന് റിക്വയർമെന്റ്സ് അല്ലാത്തത് ഏതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. യെസ്, വി ഹാവ് ഓപ്ഷൻസ്. ഫസ്റ്റ് വൺ, ഇന്റർവ്യൂസ്. സെക്കൻഡ്, ദ യൂസ് കേസ് അപ്രോച്ച്. തേർഡ്, ഫെലിസിറ്റേറ്റഡ് ആപ്ലിക്കേഷൻ സ്പെസിഫിക്കേഷൻ ടെക്നിക് ഫാസ്റ്റ്. ആൻഡ് ഫോർത്ത്, ഡാറ്റ ഫ്ലോ ഡയഗ്രാം. എലിസിറ്റേഷൻ ടെക്നിക്കിന്റെ റിക്വയർമെന്റ്സിൽ വരാത്തത് ഏതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. യെസ്, ഏതായിരിക്കും? യെസ്, യുവർ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ നമ്പർ 4, ഡാറ്റ ഫ്ലോ ഡയഗ്രാം. ഈ ഡാറ്റ ഫ്ലോ ഡയഗ്രാം നമ്മുടെ ഈ ഒരു എലിസിറ്റേഷൻ റിക്വയർമെന്റ് ടെക്നിക്സിൽ വരുന്നില്ല. വൈ? ബിക്കോസ്
നമ്മളിപ്പോ ഒരു ഇന്റർവ്യൂസ് നമ്മൾ നോക്കുവാണെങ്കിൽ അത് കോമൺ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു എലിസിറ്റേഷൻ ടെക്നിക്കാണ്. നമ്മളിപ്പോ ഒരു എന്താ പറയുക, ഒരു പർട്ടിക്കുലർ ആയിട്ട് എന്തെങ്കിലും സെഗ്രിഗേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കുറെ ബൾക്ക് നിന്ന് നമ്മൾ എന്തെങ്കിലും എടുക്കും, മോസ്റ്റ്ലി വരുന്നതാണ് ഇന്റർവ്യൂസ്. അടുത്തതാണ് യൂസ് കേസ് അപ്രോച്ച്. യൂസ് കേസ് അപ്രോച്ച് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഓരോരോ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഡൊമൈൻ എടുത്താലും അല്ലെങ്കിൽ ഒരു റിയൽ ടൈം സിനാരിയോ എടുത്താലും ഓരോരോ യൂസ് കേസിൽ എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ്, അതില് ഓരോന്നും എങ്ങനെയൊക്കെയാണ് ഫുൾഫിൽ ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ടതാണ് എന്ത് ഈ ഒരു യൂസ് കേസ് വരുന്നത്. സോ ഓൾസോ യൂസ്ഡ് ടു എലിസിറ്റ് ആൻഡ് ക്യാപ്ചർ ദ റിക്വയർമെന്റ്സ്. പിന്നെ 3 വരുന്ന ഏതാന്ന് വെച്ചാൽ ഫാസ്റ്റ് ആണ്. ഫാസ്റ്റിന്റെ മറ്റൊരു പേരാണ് ഫെലിസിറ്റേറ്റഡ് ആപ്ലിക്കേഷൻ സ്പെസിഫിക്കേഷൻ ടെക്നിക്. ഓക്കെ, ഫെലിസിറ്റേറ്റഡ് ആപ്ലിക്കേഷൻ സ്പെസിഫിക്കേഷൻ ടെക്നിക്. ഇതെന്ന് പറയുന്ന ഈ ഫാസ്റ്റ് ഒരു എന്താ പറയുക, ഗ്രൂപ്പ് ബേസ്ഡ് ആയിട്ടുള്ള എലിസിറ്റേഷൻ മെത്തേഡ് ആണ്. ഓക്കെ, സോ ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രൂപ്പ് ബേസ്ഡ് എലിസിറ്റേഷൻ മെത്തേഡ് ആണ്. സോ പിന്നെ ഡാറ്റ ഫ്ലോ ഡയഗ്രാം. ഡാറ്റ ഫ്ലോ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ഈ ഒരു റിക്വയർമെന്റ്സിലോ അനാലിസിസിലോ ഒന്നും നമ്മൾ വരുന്ന, അതായത് ഈ ഒരു എലിസിറ്റേഷൻ ടെക്നിക്കുമായിട്ട് വരാത്ത ഒരു സംഭവത്തിനാണ് എന്ത് ഈ ഡാറ്റ ഫ്ലോ ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, സോ എലിസിറ്റേഷൻ നമ്മളിപ്പം അതിന്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ, elicitation എന്ന് പറയുന്നത് it's a act or we can consider as a process of getting, it's a act or process of getting or drawing out of information, അത് ഇൻഫർമേഷൻ ആവാം, ഫാക്ട് ആവാം, അല്ലെങ്കിൽ റിയാക്ഷൻസ്, ഇമോഷൻസ് ഫ്രം സംവൺ ഓഫൺ വിത്ത് ദ സെയിം എഫേർട്ട് ഓർ സ്കില്ല് ഫ്രം സംവൺ. ഒരാളിൽ നിന്ന് നമ്മൾ അവരുടെ, അതായത് ഇപ്പൊ നമ്മളിപ്പം ഇന്റർവ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ എന്താണ് അവരുടെ സ്കിൽസ് അല്ലെങ്കിൽ അവരുടെ നോളജ് നമ്മൾ മനസ്സിലാക്കുകയാണ്. സോ അതേപോലെയാണ് യൂസ് കേസ്. അപ്പൊ ഓരോ യൂസ് കേസിലും നമ്മളൊരു ഇൻഡിവിജ്വലിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഇൻഡിവിജ്വൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു അതുമായി ബന്ധപ്പെട്ട. ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ബേസ്ഡ്, ഇപ്പൊ നമ്മളൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ GD ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്കറിയാലോ എല്ലാവരും ഈക്വലി പാർട്ടിസിപ്പേറ്റഡ് ആണ് അതില്. ഇനി അടുത്തത് വരുന്നതാണ് ഡാറ്റ ഫ്ലോ ഡയഗ്രാം. ഡാറ്റ ഫ്ലോ ഡയഗ്രാം എന്ന് പറയുന്നത് അതൊരു എലിസിറ്റേഷൻ ടെക്നിക് അല്ല, ഇറ്റ് ഈസ് ജസ്റ്റ് എ റിക്വയർമെന്റ്. ഇപ്പൊ നമുക്കറിയാലോ നമ്മൾ പാക്കറ്റ്സിലൊക്കെയാണ് ഈ ഡാറ്റ ഫ്ലോ ഡയഗ്രാംസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. So elicitation means it's an act or it's a process of getting or drawing the act of information from someone. So they will be having some kind of effort or skill. നമ്മുടെ എഫേർട്ട് വെച്ച് നമ്മൾ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ നമ്മുടെ സ്കില്ല് വെച്ച് നമ്മൾ മറ്റുള്ളവരുടെ ഒരു നോളജും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. അതാണല്ലോ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നത്. നമുക്ക് നോളജ് ഉണ്ടാവുകയാണ് നമ്മൾ മറ്റൊരാളെ ഇന്റർവ്യൂ ചെയ്യുന്നത്, ആ ഒരു മീനിങ്. ഓക്കെ, ഇതിൽ ഓട് 1 ആയിട്ട് വരുന്നതാണ് ഡാറ്റ ഫ്ലോ ഡയഗ്രാം. ക്ലിയർ ആയോ? ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. സോ ഹോപ്പ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ഈസി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്ത സെഷനിൽ അനദർ സം സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ലേണേഴ്സ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.